നമസ്കാരം. ശ്രീബുദ്ധൻ്റെ ജീവിതത്തിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത്. സുജാത എന്ന 13 വയസ്സുകാരി പെൺകിടാവ് ലോകാരാധ്യനായ ശ്രീബുദ്ധൻ്റെ ജീവൻ രക്ഷിച്ച സംഭവമാണ് പറഞ്ഞു വരുന്നത്. 2500 വർഷം മുമ്പാണ് സിദ്ധാർത്ഥൻ ജീവിച്ചിരുന്നതെന്ന് നമുക്കറിയാം. ഇന്നത്തെ നേപ്പാളിലെ കപിലവസ്തുവിലെ രാജകുമാരനായിരുന്നു സിദ്ധാർത്ഥൻ, ശുദ്ധോദന രാജാവിൻ്റെ മകൻ. സിദ്ധാർത്ഥൻ ജനിച്ച് 7-ാം നാൾ അമ്മ മഹാമായ മരിച്ചുപോയി. അമ്മയുടെ അനുജത്തി മഹാപ്രജാപതി എന്ന ഗോതമിയെ ശുദ്ധോദനൻ പിന്നീട് വിവാഹം കഴിച്ചു. അതിൽ 2 മക്കളുണ്ട്, നന്ദനും സുന്ദരി നന്ദയും. സിദ്ധാർത്ഥൻ ജനിച്ചത് നേപ്പാളിൽ തന്നെയാണോ അതോ ഇന്ത്യയിലാണോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. നേപ്പാളിലെ ലുംബിനിയിലാണ് സിദ്ധാർത്ഥൻ ജനിച്ചത് എന്നാണ് പൊതുവായി കരുതുന്നത്. ഉത്തർപ്രദേശിലെ പിപ്രാവയിലാണ് എന്ന വാദവും ശക്തമാണ്. BC 6-5 നൂറ്റാണ്ടുകളിലായാണ് സിദ്ധാർത്ഥൻ ജീവിച്ചത്. BC 563 മുതൽ 483 വരെയാണ് എന്നാണ് പൊതുവായി വിശ്വസിക്കുന്നത്. അക്കാര്യത്തിലും തർക്കമുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, മഗധ ഭരിച്ചിരുന്ന ബിംബിസാരനും കോസലം ഭരിച്ചിരുന്ന പ്രസേനജിത്തും ബുദ്ധൻ്റെ സമകാലികരായിരുന്നു. അവർ ബുദ്ധൻ്റെ അനുയായികളുമായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ബൃഹത് സാമ്രാജ്യമായിരുന്ന മഗധത്തിൻ്റെ ആദ്യ തലസ്ഥാനം രാജഗൃഹമായിരുന്നു. ഇന്നത് രാജ്ഗീർ എന്നാണ് അറിയപ്പെടുന്നത്. ബുദ്ധൻ്റെ ജീവിതത്തിലെ ഒട്ടേറെ സുപ്രധാന സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വേണുവനവും കഴുകൻകുന്നുമൊക്കെ ആ പ്രദേശത്താണ്. ബിംബിസാര രാജാവിൻ്റെ മകൻ അജാതശത്രു അദ്ദേഹത്തെ പട്ടിണിക്കിട്ട് കൊന്നത് ബുദ്ധനെ വല്ലാതെ ഉലച്ചിരുന്നു. ഭാരതത്തിൻ്റെ അഭിമാനമായ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത്, ലോകത്ത് ഇന്നുവരെ ജീവിച്ചതിലേറ്റവും മഹാനായ വ്യക്തി ശ്രീബുദ്ധനാണെന്നാണ് ഞാൻ കരുതുന്നത് എന്നാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, എനിക്ക് ബുദ്ധൻ്റെ ദാസനായാൽ മതിയായിരുന്നു എന്നാണ്. വിവേകാനന്ദനെ ബുദ്ധൻ അഗാധമായി സ്വാധീനിച്ചിട്ടുണ്ടെന്ന് അവർ രണ്ടുപേരെയും പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ബുദ്ധൻ്റെ കാലത്ത് എഴുത്തുവിദ്യ ഉണ്ടായിരുന്നില്ല. ബുദ്ധവിഹാരങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങൾ കേട്ട് മറ്റ് ഭിക്ഷുക്കൾ അടുത്ത ദിവസം ആവർത്തിക്കുമായിരുന്നു. ആനന്ദൻ, ഉപാലി തുടങ്ങിയ ഭിക്ഷുക്കൾ ഓർമ്മശക്തിയുടെ കാര്യത്തിൽ ഫോട്ടോഗ്രാഫിക് മെമ്മറിയുടെ ഉടമകളായിരുന്നു. ഓർമ്മയുടെ തമ്പുരാക്കന്മാർ എന്നും പറയാം. വിവേകാനന്ദനും അമ്മ ഭുവനേശ്വരി ദേവിക്കും ഇതുപോലെ ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉണ്ടായിരുന്നു എന്നത് ആനുഷംഗികമായി സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ബുദ്ധൻ്റെ ജീവിതകഥയും അദ്ദേഹത്തിൻ്റെ പാഠങ്ങളും വാമൊഴിയായിട്ടാണ് തലമുറകൾ കൈമാറിയത്. ബുദ്ധൻ മരിച്ച് 4 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പാഠങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടത്. അതിൻ്റെ ശ്രമങ്ങൾ ആദ്യം നടന്നത് ശ്രീലങ്കയിലാണ്. BC 3-ാം നൂറ്റാണ്ടിൽ അശോക ചക്രവർത്തിയാണ് ബുദ്ധൻ്റെ തത്വങ്ങളും ദർശനവും ലോകമെമ്പാടും പ്രചരിപ്പിച്ചത്. അതിനുവേണ്ടി ബുദ്ധഭിക്ഷുക്കളെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും അദ്ദേഹം അയച്ചു. ശ്രീബുദ്ധൻ ജനിച്ച സ്ഥലം എന്ന കൂറ്റൻ ഫലകം നേപ്പാളിലെ ലുംബിനിയിൽ സ്ഥാപിച്ചതും അശോകനാണ്. ബോധ്ഗയയും സാരാനാഥും ഉൾപ്പെടെ ബുദ്ധൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളിൽ സ്തൂപങ്ങളും സ്മാരകങ്ങളും അശോകൻ സ്ഥാപിച്ചിട്ടുണ്ട്. ബുദ്ധൻ ഒരു ദൈവത്തിലും വിശ്വസിച്ചിട്ടില്ല, ഒരു മതവും സ്ഥാപിച്ചിട്ടുമില്ല. ബുദ്ധൻ്റെ ദർശനങ്ങൾ ഒരു മതമായി മാറിയത് പിൽക്കാലത്താണ്. AD 10-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിലെ പ്രബല മതം ബുദ്ധമതമായിരുന്നു. കേരളത്തിലും അങ്ങനെ തന്നെ. ഇന്നും ചൈനയും ജപ്പാനും ശ്രീലങ്കയും കൊറിയയും ഭൂട്ടാനും വിയറ്റ്നാം ഉൾപ്പെടെ 20ഓളം രാജ്യങ്ങളിലായി കോടിക്കണക്കിന് അനുയായികൾ ബുദ്ധമതത്തിലുണ്ട്. AD 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അശ്വഘോഷൻ എന്ന കവിയാണ് ബുദ്ധചരിതം എഴുതിയത്. അതിൻ്റെ ചുവട് പിടിച്ചാണ് എഡ്വിൻ ആർണോൾഡ് ലൈറ്റ് ഓഫ് ഏഷ്യ എഴുതിയത്. യൂറോപ്യർ ബുദ്ധനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത് അതിനുശേഷമാണ്. ലൈറ്റ് ഓഫ് ഏഷ്യ കുമാരനാശാൻ ശ്രീബുദ്ധ ചരിതം എന്ന പേരിൽ കുറച്ചു ഭാഗം പരിഭാഷയും ബാക്കി സ്വതന്ത്രമായും എഴുതി. പോൾ കോറസ് എഴുതിയ ദി ഗോസ്പൽ ഓഫ് ബുദ്ധ എന്ന പുസ്തകവും ആശാൻ വായിച്ചിരുന്നു. ബുദ്ധൻ്റെ ജീവിതകഥകൾ പറയുന്ന ജാതക കഥകൾ ഉണ്ട്. ലളിത വിസ്താരം, ധർമ്മപദം, ബോധിധർമ്മം തുടങ്ങിയ
ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വേറെയുമുണ്ട്. ഇങ്ങേയറ്റത്തുണ്ടായ പ്രസിദ്ധമായൊരു കൃതിയാണ് വിയറ്റ്നാമീസ് ബുദ്ധഭിക്ഷുവായ തിച്ച് നാത്ത് ഖാൻ എഴുതിയ ഓൾഡ് പാത്ത് വൈറ്റ് ക്ലൗഡ്സ് എന്ന പുസ്തകം. പാലി, ചൈനീസ് ഭാഷകളിൽ എഴുതപ്പെട്ട ബുദ്ധൻ്റെ ജീവിതം സൂക്ഷ്മമായി പഠിച്ചാണ് ബുദ്ധൻ്റെ കാലടിപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് തിച്ച് നാത്ത് ഖാൻ എഴുതിയിരിക്കുന്നത്. ഓൾഡ് പാത്ത് വൈറ്റ് ക്ലൗഡ്സ് വാക്കിംഗ് ഇൻ ദി ഫുഡ് സ്റ്റെപ്സ് ഓഫ് ബുദ്ധ എന്നാണ് പുസ്തകത്തിൻ്റെ മുഴുവൻ പേര്. സുജാത എന്നു പേരുള്ള 13 വയസ്സുകാരി ബുദ്ധൻ്റെ ജീവൻ രക്ഷിച്ച സംഭവമാണ് ഇവിടെ പറയുന്നത്. ഇത് നടക്കുന്നത് സിദ്ധാർത്ഥൻ ബോധോദയം നേടുന്നതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. 35ാമത്തെ വയസ്സിലാണല്ലോ സിദ്ധാർത്ഥൻ ബോധോദയം നേടുന്നത്. ഉരുവേല ഗ്രാമത്തിൽ വെച്ചാണ് സുജാത സിദ്ധാർത്ഥനെ ആദ്യമായി കാണുന്നത്. ഉരുവേല ഗ്രാമം ഇന്ന് ലോകപ്രസിദ്ധമാണ്. ഇന്നതറിയപ്പെടുന്നത് ബോധ് ഗയ എന്നാണ്. ലോകത്തെമ്പാടുമുള്ള ബുദ്ധമത വിശ്വാസികൾ പവിത്ര സ്ഥലമായി കാണുന്ന തീർത്ഥാടന കേന്ദ്രം. ഗ്രാമമുഖ്യൻ്റെ മകളായിരുന്നു സുജാത. അമ്മ പറഞ്ഞതനുസരിച്ച് വനദേവങ്ങൾക്ക് അർപ്പിക്കാൻ നിവേദ്യവുമായി പോവുകയായിരുന്നു അവൾ. അന്ന് പൗർണമി ദിവസമായിരുന്നു. ഉച്ചസൂര്യൻ കത്തിജ്വലിക്കുന്നു. ശർക്കരയും പാലും തേനുമായിരുന്നു നിവേദ്യം. നയരഞ്ജന നദിയുടെ കരയിലൂടെ പോകുമ്പോൾ കുറ്റിക്കാട്ടിൽ ഒരാൾ അബോധാവസ്ഥയിൽ കിടക്കുന്നത് സുജാത കണ്ടു. അവൾ സൂക്ഷിച്ചു നോക്കി. മരിച്ചിട്ടില്ല, ശ്വാസമുണ്ട്, എല്ലും തോലുമേയുള്ളൂ. ഭക്ഷണം കഴിച്ചിട്ട് എത്രയോ ദിവസങ്ങളായിട്ടുണ്ടാവും. നീണ്ട മുടിയും താടിയും ജടപിടിച്ചിട്ടുണ്ട്. കണ്ണുകൾ ഇറുകി പൂട്ടിയിരുന്നു. അഴുക്കുപിടിച്ച വസ്ത്രം. മലയിറങ്ങി വന്ന ഏതോ സന്യാസിയായിരിക്കുമെന്ന് അവൾക്ക് തോന്നി. ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ബോധം കെട്ടതായിരിക്കാം. അവൾ കുറച്ച് പാല് അദ്ദേഹത്തിൻ്റെ ചുണ്ടിലേക്ക് ഉറ്റിച്ചു കൊടുത്തു. പാൽത്തുള്ളികൾ ചുണ്ടിൽ പരന്നു. ആദ്യം അദ്ദേഹം പ്രതികരിച്ചില്ല. അല്പം കഴിഞ്ഞപ്പോൾ ചുണ്ടുകൾ വിറച്ചു. കുറച്ച് പാൽ കൂടി അദ്ദേഹത്തിൻ്റെ വായിലേക്ക് സുജാത ഒഴിച്ചു. അദ്ദേഹം കണ്ണടച്ചുകൊണ്ട് തന്നെ പാൽ കുടിക്കാൻ തുടങ്ങി. ആ മനുഷ്യന് ബോധം തെളിയുന്നുണ്ടോ എന്നറിയാൻ അവൾ നദിക്കരയിൽ കാത്തിരുന്നു. അദ്ദേഹം മെല്ലെ കണ്ണുകൾ തുറന്നു. എണീറ്റിരുന്നു. ചുറ്റുപാടും നോക്കി. ദീർഘശ്വാസമെടുത്തു. സുജാതയോട് പുഞ്ചിരിച്ചു. ഒരു വനദേവനാണെന്ന് കരുതി സുജാത കൈകൾ കൂപ്പി. നമസ്കരിക്കാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹം അരുത് എന്ന് ആംഗ്യം കാട്ടി. ആ മനുഷ്യൻ മൃദുവായ ശബ്ദത്തിൽ സുജാതയോട് പറഞ്ഞു, കുഞ്ഞെ, എനിക്ക് അല്പം കൂടി പാലൊഴിച്ചു തരൂ. സുജാത പാൽപാത്രം അദ്ദേഹത്തിന് കൊടുത്തു. അത് മുഴുവൻ സിദ്ധാർത്ഥൻ കുടിച്ചു. ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് താൻ അന്ത്യശ്വാസം വലിക്കുകയാണെന്ന് സിദ്ധാർത്ഥൻ ഉറപ്പിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തിളങ്ങി. സൗമ്യമായി പുഞ്ചിരിച്ചു. എങ്ങനെയാണ് വഴിയിൽ ബോധം കെട്ട് വീണതെന്ന് സുജാത ചോദിച്ചു. ഞാൻ മലമുകളിൽ ധ്യാനം പരിശീലിക്കുകയായിരുന്നു. കടുത്ത സന്യാസമുറകൾ എൻ്റെ ശരീരം ദുർബലമാക്കി. ഭക്ഷണം കാര്യമായി കഴിക്കാറുണ്ടായിരുന്നില്ല. ഒരു പേരയ്ക്കൊക്കെയായിരുന്നു ഒരു ദിവസത്തെ ഭക്ഷണം. തളർന്നുപോയി. അതുകൊണ്ട് ഞാൻ നിശ്ചയിച്ചു താഴെ ഗ്രാമത്തിലേക്ക് പോയി എന്തെങ്കിലും ഭക്ഷണം യാചിക്കണമെന്ന്. ഇവിടെ എത്തിയപ്പോൾ എൻ്റെ ശക്തി നഷ്ടപ്പെട്ടു. തളർന്നു വീണതാണ്. നീ എൻ്റെ ജീവൻ രക്ഷിച്ചു. അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി. ഞാൻ കപിലവസ്തുവിലെ രാജാവിൻ്റെ മകനാണ്. സിദ്ധാർത്ഥൻ എന്നാണ് പേര്. സുജാത ശ്രദ്ധയോടെയും ആദരവോടെയും കേട്ടു. സിദ്ധാർത്ഥൻ തുടർന്നു. ശരീരത്തെ പീഡിപ്പിച്ചതുകൊണ്ട് ഒരാൾക്ക് ശാന്തിയോ ധാരണയോ കിട്ടില്ല എന്നെനിക്ക് ഉറപ്പായി. ശരീരം വെറും ഒരു ഉപകരണം മാത്രമല്ല, അത് ആത്മാവിൻ്റെ ക്ഷേത്രമാണ്. നാം മറുകരയിലേക്ക് മുറിച്ചു കടക്കുന്ന തോണി. സ്വയം പീഡനം ഞാൻ ഇതൊരിക്കലും പരിശീലിക്കില്ല. ഞാൻ ഓരോ ദിവസവും ഗ്രാമത്തിൽ പോയി ഭക്ഷണം യാചിക്കും. സുജാത കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, പൂജ്യനായ സന്യാസി, അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ എന്നും അങ്ങയ്ക്ക് ഭക്ഷണം കൊണ്ടുവരാം. അങ്ങയുടെ ധ്യാന പരിശീലനം തടസ്സപ്പെടുത്തേണ്ടതില്ല. എൻ്റെ വീട് ഇവിടെ അടുത്താണ്. സിദ്ധാർത്ഥൻ ഒരു നിമിഷം നിശബ്ദനായി. പിന്നെ പറഞ്ഞു, എനിക്ക് നിന്റെ അർപ്പണം സ്വീകരിക്കുന്നതിൽ സന്തോഷമുണ്ട്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം യാചിക്കാൻ ഗ്രാമത്തിൽ പോകുന്നത് എനിക്കിഷ്ടമാണ്. ഗ്രാമീണരെ കാണാമല്ലോ. എനിക്ക് നിന്റെ മാതാപിതാക്കളെയും ഗ്രാമത്തിലെ മറ്റു കുട്ടികളെയും കാണാൻ ആഗ്രഹമുണ്ട്. സുജാതയ്ക്ക് അതിയായ സന്തോഷമുണ്ടായി. ഒരു കാര്യം അവൾക്ക് മനസ്സിലായി. ഈ സന്യാസി ആദരണീയനായ മഹാനാണ്. വനദേവങ്ങൾക്ക് അർപ്പണം കൊടുക്കുന്നതിലും ഭേദമാണ് ഇദ്ദേഹത്തിന് ഭക്ഷണം നൽകുന്നത്. സുജാത അദ്ദേഹത്തെ ക്ഷുരകൻ്റെ അടുത്ത് കൊണ്ടുപോയി താടിയും മുടിയും വടിപ്പിച്ചു. ബുദ്ധൻ പറഞ്ഞു,
ഇനി ഞാൻ പർവ്വത ഗുഹയിലേക്ക് തിരിച്ചു പോകുന്നില്ല. ഈ കാട് പ്രശാന്തവും നവോന്മേഷദായകവുമാണ്. ഗാംഭീര്യം നിറഞ്ഞ ഒരു അരയാൽ വൃക്ഷത്തിൻ്റെ സമീപത്തായിരുന്നു അവർ. അതിൻ്റെ ശാഖകളിൽ പക്ഷികൾ ചിലയ്ക്കുന്നുണ്ടായിരുന്നു. സുജാത പറഞ്ഞു, ഗുരുനാഥ, ഇതാണ് അങ്ങയുടെ പുതിയ വീട്. ഞാൻ നിത്യവും ഇവിടെ വന്ന് അങ്ങയെ കാണും. സിദ്ധാർത്ഥൻ സമ്മതിച്ചു. അന്നു മുതൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് സുജാത ആ സന്യാസിക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. ചിലപ്പോൾ അവൾ പാൽക്കഞ്ഞിയും കൊണ്ടുവരും. വല്ലപ്പോഴും സിദ്ധാർത്ഥൻ ഭിക്ഷാപാത്രവുമായി ഗ്രാമത്തിൽ പോകും. അദ്ദേഹം അവളുടെ ഗ്രാമമുഖ്യനായ അച്ഛനെയും ഭംഗിയുള്ള മഞ്ഞസാരി ചുറ്റിയ അമ്മയെയും കണ്ടു. ഗ്രാമത്തിലെ മറ്റു കുട്ടികളെ സുജാത അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി. സ്വാസ്തി, രൂപക്ക്, നന്ദബാല, ഭീമ, സുഭാഷ്, നളകൻ, അങ്ങനെ കുറേ കുട്ടികൾ അദ്ദേഹത്തെ കാണാൻ വന്നു. വളരെ വേഗത്തിൽ സിദ്ധാർത്ഥൻ്റെ ആരോഗ്യം വീണ്ടും കിട്ടി. തൻ്റെ ധ്യാന പരിശീലനത്തിൽ ഫലം കണ്ടു തുടങ്ങിയെന്ന് സിദ്ധാർത്ഥൻ സുജാതയോട് പറഞ്ഞു. ഈ സംഭവത്തിന് ശേഷമാണ് സിദ്ധാർത്ഥൻ അദ്ദേഹത്തിൻ്റെ ദർശനത്തിൻ്റെ കാതലായി പിൽക്കാലത്ത് അറിയപ്പെടുന്ന മധ്യമാർഗത്തിൻ്റെ മിഡിൽ പാത്തിൻ്റെ വഴിയിലേക്ക് വന്നത്. അതായത് ശരീരത്തെ അതികഠിനമായി പീഡിപ്പിക്കുന്നത് തെറ്റാണ്. അതുപോലെ തന്നെ ശരീരസുഖത്തിനു വേണ്ടി, ഇന്ദ്രിയ സുഖത്തിനു വേണ്ടി ഭോഗലാലസമായ ജീവിതത്തിലേക്ക് തിരിയുന്നതും നന്നല്ല. മധ്യമാർഗമാണ് ശരി. ശ്രീബുദ്ധൻ്റെ ജീവിതത്തിൽ ഇത്തരം സുപ്രധാനവും കൗതുകകരവുമായ ഒട്ടേറെ സംഭവങ്ങളുണ്ട്. 29-ാം വയസ്സിൽ അർദ്ധരാത്രി കൊട്ടാരം വിട്ടിറങ്ങിയത്. വൈശാലിയിലും മഗധയിലെ രാജഗൃഹത്തിലും വേണുവനത്തിലും ശ്രാവസ്തിയിലും ജേതവനത്തിലും ബോധ്ഗയിലുമെല്ലാം ചുറ്റി നടന്നത്. ആയിരക്കണക്കിന് ബുദ്ധഭിക്ഷുക്കളെ അനുയായികളായി ലഭിച്ചത്. മഗധയിലെ രാജാവ് ബിംബിസാരനും കോസലത്തിലെ രാജാവ് പ്രസേനജിത്തും ബുദ്ധൻ്റെ അനുയായികളായി മാറിയത്. അമ്രപാലി എന്ന അതിസുന്ദരിയെ സന്യാസത്തിൻ്റെ മാർഗത്തിലേക്ക് നയിച്ചത്. വിശാഖ എന്ന കോടീശ്വരിയുടെ സമ്മാനം സ്വീകരിച്ചത്. ബുദ്ധനെതിരെ സ്ത്രീ പീഡന പരാതിയുമായി വന്ന യുവതി കള്ളം പൊളിഞ്ഞപ്പോൾ ഓടി രക്ഷപ്പെട്ടത്. അതും ഒരു ചെറുമന്ദസ്മിതത്തോടെ തഥാഗതൻ നേരിട്ടത്. ഭാര്യ യശോധരയ്ക്കും മകൻ രാഹുലിനും പിന്നീട് എന്ത് സംഭവിച്ചു? ബുദ്ധൻ അവസാനമായി കഴിച്ച ഭക്ഷണം ലോകത്തിലെ ഏറ്റവും വിവാദമായ ഭക്ഷണമാണ്. അതെന്തായിരുന്നു? അവസാനം ഉത്തർപ്രദേശിലെ കുശിനഗറിൽ ബുദ്ധൻ മരണപ്പെട്ടതെങ്ങനെ തുടങ്ങി അതിസൂക്ഷ്മ വിവരങ്ങൾ ഇനിയും ഒരുപാട് പറയാനുണ്ട്. ഓരോന്നുമായി വീണ്ടും വരാം. ആഴത്തിലുള്ള അറിവ് പകർന്നു നൽകുക എന്നതാണ് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബുദ്ധൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റുകളും രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു. നന്ദി.